ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം ലോകത്ത് വളരെ ഭയാനകമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ യുദ്ധത്തിലാണ്. അതെ, വളരെ വലിയൊരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. 2026 ഫെബ്രുവരി 28 അതായത് വെറും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്ന് ഇറാന്റെ മേലെ വലിയൊരു സൈനിക ആക്രമണം നടത്തി. വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത ഒരു അറ്റാക്ക്. അമേരിക്ക ഈ ഓപ്പറേഷൻ ഇട്ട പേര് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്നാണ്. ഇസ്രായേൽ അവരുടെ ഭാഗത്തുനിന്ന് ഇതിനിട്ട പേര് റോറിംഗ് ലയൺ എന്നും. ഈ ആക്രമണം തുടങ്ങിയ ആ ആദ്യത്തെ 30 സെക്കൻഡുകൾ, വെറും 30 സെക്കൻഡുകൾക്കുള്ളിൽ ഇസ്രായേലിന്റെ എയർഫോഴ്സ് ഇറാന്റെ 30 മുതിർന്ന ഉദ്യോഗസ്ഥരെയാണ് ആക്രമിച്ചു വീഴ്ത്തിയത്. ആ കൂട്ടത്തിൽ ഒരാൾ ആരായിരുന്നു എന്ന് അറിയാമോ? ഇറാന്റെ സുപ്രീം ലീഡറായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി. കഴിഞ്ഞ 37 വർഷത്തോളമായിട്ട് ഇറാൻ എന്ന രാജ്യം ഭരിച്ചിരുന്ന അതേ വ്യക്തി. ടെഹ്റാനിലെ അദ്ദേഹത്തിന്റെ സ്വന്തം കോമ്പൗണ്ടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ശരീരം പിന്നീട് കണ്ടെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൾ, മരുമകൻ, കൊച്ചുമകൻ എല്ലാവരും മരിച്ചു. ആരും ബാക്കിയായില്ല. എല്ലാം കഴിഞ്ഞു. ഒരൊറ്റ സ്ട്രൈക്കിൽ ഒറ്റയടിക്ക് എല്ലാം തീർന്നു. ഈ ആക്രമണത്തിന്റെ ആദ്യത്തെ ദിവസം മാത്രം കൊല്ലപ്പെട്ടത് 201 ഇറാനികളാണ്. 747 ആളുകൾക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റു. എന്നാൽ ഇതൊന്നുമല്ല ഇതിന്റെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള, ഏറ്റവും ഭയാനകമായിട്ടുള്ള കാര്യം. മിനാബ് എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണിലുള്ള ഒരു ഗേൾസ് എലിമെന്ററി സ്കൂൾ, ചെറിയ പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ ആ ആക്രമണത്തിൽ തകർക്കപ്പെട്ടു. 108 കുട്ടികളാണ് അവിടെ മരിച്ചു വീണത്. ചെറിയ പെൺകുട്ടികൾ. ആ നമ്പറിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. 108 സ്കൂൾ കുട്ടികൾ. അതൊരു മിലിറ്ററി ടാർഗറ്റ് ആയിരുന്നില്ല. അതൊരു ന്യൂക്ലിയർ ഫെസിലിറ്റിയോ ബോംബുണ്ടാക്കുന്ന സ്ഥലമോ ആയിരുന്നില്ല. ഇന്ന് സാധാരണ പോലെ ഒരു സ്കൂൾ ദിവസമാണല്ലോ എന്ന് വിചാരിച്ച് രാവിലെ ഉറക്കമുണർന്ന് സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോയ കുറെ പാവം കുട്ടികൾ ഇരുന്നിരുന്ന ഒരു ക്ലാസ് റൂം ആയിരുന്നു അത്. ആ കുട്ടികളാണ് അവിടെ ഒറ്റയടിക്ക് ഇല്ലാതായത്. ഇത്രയും വലിയൊരു ആക്രമണം നടക്കുന്ന സമയത്ത് ഇറാൻ യാഥാർത്ഥ്യത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അവർ ചർച്ചകൾ നടത്തുകയായിരുന്നു. സമാധാനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ. ഈ ബോംബുകൾ ഇറാന്റെ മണ്ണിൽ വീഴുന്നതിന് കൃത്യം ഒരു ദിവസം മുമ്പ് ഫെബ്രുവരി 27 ഒമാന്റെ ഫോറിൻ മിനിസ്റ്റർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് അവർ തമ്മിലുള്ള ചർച്ചകൾ വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടായി എന്നാണ്. ഒരു വലിയ മുന്നേറ്റം ഉണ്ടായി എന്ന്. ഇനി ഒരിക്കലും എൻറിച്ച്ഡ് യുറേനിയം ശേഖരിച്ചു വെക്കില്ല എന്ന് ഇറാന് സമ്മതിച്ചിരിക്കുന്നു. ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ മുഴുവൻ പരിശോധനകൾക്കും ഇറാൻ തയ്യാറായിരുന്നു. ആ ഒമാനി ഡിപ്ലോമറ്റ് അന്ന് പറഞ്ഞ വാക്കുകൾ സമാധാനം എന്നത് കയ്യെത്തും ദൂരത്താണ് എന്നായിരുന്നു. അതെ, സമാധാനം തൊട്ടടുത്തായിരുന്നു. എന്നിട്ടോ തൊട്ടടുത്ത ദിവസം രാവിലെ ആകാശത്തു നിന്ന് മഴ പോലെ പെയ്തത് മിസൈലുകളാണ്. ഇപ്പോൾ ലോകം മുഴുവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവരും പറയുന്നത് ഇങ്ങനെയാണ്: ഇതെല്ലാം ചെയ്തത് ട്രംപാണ് ഇതിലെ യഥാർത്ഥ വില്ലൻ എന്ന്, ട്രംപാണ് ഈ യുദ്ധം തുടങ്ങിയതെന്ന്. അതിലൊരു പരിധിവരെ സത്യമുണ്ട്. കാരണം ട്രംപ് അദ്ദേഹത്തിന്റെ സ്വന്തം പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്ത് സോഷ്യലിൽ വന്ന് 8 മിനിറ്റ് നീളുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അമേരിക്ക ഇറാന്റെ മേൽ അറ്റാക്ക് തുടങ്ങിയെന്ന് അദ്ദേഹം തന്നെയാണ് ആ വീഡിയോയിൽ പറയുന്നത്. ഇറാനിലെ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ സർക്കാരിനെ താഴെ ഇറക്കി ഭരണം ഏറ്റെടുക്കണം എന്നാണ്. ഒരുപക്ഷെ തലമുറകൾക്കിടയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരേയൊരു അവസരം ഇതായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണമാറ്റം, അതായത് അവിടെയുള്ള ഗവൺമെന്റിനെ മാറ്റുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം വളരെ ഓപ്പണായി തന്നെ പറഞ്ഞു. ഈ ആഴ്ച മുഴുവൻ, അല്ലെങ്കിൽ എത്ര കാലം ആവശ്യമുണ്ടോ അത്രയും കാലം ഈ ബോംബിംഗ് തുടരും എന്നുകൂടി അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പുറമേ നിന്ന് നോക്കുമ്പോൾ, പെട്ടെന്ന് നോക്കുമ്പോൾ ട്രംപാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് എന്ന് നമുക്ക് തോന്നാം. ട്രംപാണ് ആ ബട്ടൺ പ്രസ് ചെയ്തത് എന്ന് നമുക്ക് തോന്നും. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ. അടുത്ത കുറച്ച് മിനിറ്റുകൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. കാരണം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത്ര സുഖം തോന്നാത്ത, വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു വലിയ സത്യമാണ്. ഇവിടെ ട്രംപ് അല്ല യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത്. ട്രംപ് വെറുമൊരു മുഖം മാത്രമാണ്. ആളുകൾക്ക് മുന്നിൽ നിന്ന് പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തി മാത്രമാണ് അദ്ദേഹം. യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത് ഇതിനേക്കാളൊക്കെ വളരെ വലുതാണ്, വളരെ പഴക്കമുള്ളതാണ്. ഇതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് അപകടകാരിയുമാണ്. രാജ്യത്ത് ഇലക്ഷനുകൾ നടക്കുമ്പോഴും ഭരണാധികാരികൾ മാറുമ്പോഴൊന്നും യാതൊരു മാറ്റവും സംഭവിക്കാത്ത ഒരു വലിയ ശക്തിയുണ്ട് അവിടെ. അമേരിക്കയുടെ ഒരിക്കലും അവസാനിക്കാത്ത ആ യുദ്ധതന്ത്രം.
പെർമനന്റ് വാർ മെഷീൻ ഓഫ് അമേരിക്ക. ചില ആളുകൾ ഇതിനെ ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കും, മറ്റു ചിലർ ഇതിനെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് വിളിക്കും. ഞാൻ ഇതിനെ വിളിക്കുന്നത് നിങ്ങളുടെ ഭയത്തിൽ നിന്നും എൻ്റെ മരണത്തിൽ നിന്നും ലാഭമുണ്ടാക്കുന്ന ഒരു സിസ്റ്റം എന്നാണ്. ഞാൻ നിങ്ങളെ കുറച്ച് പുറകിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം, ഒരുപാട് പുറകിലേക്ക്. 1961 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡെറ്റ് ഐസൻഹോവർ രണ്ടാം ലോക മഹായുദ്ധത്തിൽ അലൈഡ് ഫോഴ്സിനെ കമാൻഡ് ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ട ഒരു വലിയ മിലിറ്ററി ലീഡർ. അദ്ദേഹം തന്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്ന സമയത്ത് അമേരിക്കൻ ജനതയോട് ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തിയിരുന്നു. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ലോക ചരിത്രം തന്നെ മാറ്റി എഴുതേണ്ടിയിരുന്ന ഒരു വലിയ മുന്നറിയിപ്പ്. അദ്ദേഹം അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മുടെ ഗവൺമെന്റിന്റെ കൗൺസിലുകൾക്കുള്ളിൽ ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഉണ്ടാക്കുന്ന അനാവശ്യമായിട്ടുള്ള സ്വാധീനങ്ങളെ നമ്മൾ എന്ത് വില കൊടുത്തും തടയേണ്ടതുണ്ട്. നമ്മളായിട്ട് വരുത്തി വെച്ചാലും അല്ലെങ്കിലും അത് സംഭവിക്കും. തെറ്റായ രീതിയിലുള്ള അധികാരങ്ങൾ വളർന്നു വരാനുള്ള വലിയൊരു സാധ്യത അവിടെയുണ്ട്. അത് അവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഇത് പറഞ്ഞത് ഇന്നല്ല, 1961 അതായത് കൃത്യം 65 വർഷങ്ങൾക്ക് മുമ്പ്. ഒരു 5 സ്റ്റാർ ജനറൽ ആയിരുന്ന, 2 തവണ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ഒരാള് ക്യാമറയിലേക്ക് നോക്കി സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ വലിയൊരു വാർണിംഗ് ആയിരുന്നു അത്. ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഗവൺമെന്റിനുള്ളിൽ തന്നെ ഒരു വലിയ യന്ത്രം വളർന്നു വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ അതിനെ തടഞ്ഞില്ലെങ്കിൽ അത് നിങ്ങളുടെ രാജ്യത്തെ തന്നെ കീഴടക്കും എന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത്. പക്ഷെ ആരും അതിനെ തടഞ്ഞില്ല. ആ വലിയ മുന്നറിയിപ്പ് ആരും ചെവി കൊണ്ടില്ല. യാതൊരു മാറ്റവും അവിടെ ഉണ്ടായില്ല. ഐസൻഹോവർ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് പോയതിനു ശേഷം ഈ പറഞ്ഞ മിലിറ്ററി ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പുകൾ കെന്നഡിയെയും ജോൺസണെയും വിയറ്റ്നാം യുദ്ധത്തിലേക്ക് വലിച്ചഴിച്ചു. 58,000-ലധികം അമേരിക്കക്കാരും ലക്ഷക്കണക്കിന് വിയറ്റ്നാംകാരും മരിച്ചു വീണ ഒരു വലിയ യുദ്ധമായിരുന്നു അത്. ആ വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം കുറച്ചു കാലത്തേക്ക് അമേരിക്കയിലെ ജനങ്ങൾ യുദ്ധത്തിന് എതിരെ നിന്നു. അങ്ങനെ മിലിറ്ററിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ബഡ്ജറ്റ് കുറഞ്ഞു വന്നു. എന്നാൽ അതിനുശേഷം 1991 ഗൾഫ് യുദ്ധം സംഭവിച്ചു. അന്ന് ജോർജ് H.W. ബുഷ് ആയിരുന്നു പ്രസിഡന്റ്. അദ്ദേഹം പണ്ട് CIA ഡയറക്ടർ ആയിരുന്ന ഒരാൾ കൂടിയായിരുന്നു. ആ ഗൾഫ് യുദ്ധത്തിൽ വളരെ പെട്ടെന്ന് കിട്ടിയ വിജയം അദ്ദേഹം വലിയൊരു ആയുധമാക്കി മാറ്റുകയാണ്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ സൈനിക ശക്തി വീണ്ടും കാണിക്കാനുള്ള ഒരു ആഗ്രഹവും അവസരവും അദ്ദേഹം തിരികെ കൊണ്ടുവന്നു. അന്നത്തെ അദ്ദേഹത്തിന്റെ ഡിഫൻസ് സെക്രട്ടറി ആയിരുന്ന ഡിക് ചേനി ഒരു വലിയ സ്ട്രാറ്റജി ഡോക്യുമെന്റ് എഴുതിയുണ്ടാക്കി. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത്, അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് എന്തെങ്കിലും കോട്ടം തട്ടിയാൽ മിഡിൽ ഈസ്റ്റിൽ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ ഇടപെടാൻ അമേരിക്ക എപ്പോഴും തയ്യാറായിരിക്കണം എന്നാണ്. അവിടെ നിന്നാണ് പിന്നീട് നടന്ന എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഒരു റോഡ് മാപ്പ് അല്ലെങ്കിൽ ഒരു വഴി തുറക്കപ്പെട്ടത്. പിന്നീടാണ് 2001 സെപ്റ്റംബർ 11 വരുന്നത്, 9/11 അറ്റാക്കുകൾ. സത്യം പറഞ്ഞാൽ അമേരിക്കയിലെ ഈ സ്ഥിരം യുദ്ധതന്ത്രങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരുന്നു ആ 9/11 അറ്റാക്കുകൾ. ആ സമയത്ത് ജനങ്ങൾക്കിടയിലുണ്ടായിരുന്ന ആ വലിയ ഭയത്തെ അന്നത്തെ ബുഷ് ഭരണകൂടം വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചു. അങ്ങനെ അവർ അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചു. അതിനുശേഷം ഇറാഖിനെയും ആക്രമിച്ചു. ഇറാഖിനെ ആക്രമിക്കാൻ അവർ പറഞ്ഞ കാരണം അവിടെ വലിയ നശീകരണ ആയുധങ്ങൾ ഉണ്ടെന്നായിരുന്നു. എന്നാൽ ആ ഇന്റലിജൻസ് റിപ്പോർട്ടുകളെല്ലാം പൂർണ്ണമായും തെറ്റാണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു. അവിടെ ഒരു തരത്തിലുള്ള നശീകരണ ആയുധങ്ങളും ഉണ്ടായിരുന്നില്ല. ഈ കാര്യം അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസികൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. CIA സ്വന്തമായി കള്ള റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയായിരുന്നു. എന്നിട്ട് പോലും അമേരിക്കയിലെ മുഴുവൻ രാഷ്ട്രീയ സംവിധാനങ്ങളും, അതായത് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും ഒരുപോലെ ഈ യുദ്ധത്തിന് വേണ്ടി വോട്ട് ചെയ്തു. 1998 മുതൽ 2008 വരെയുള്ള 10 വർഷം കൊണ്ട് അമേരിക്കയുടെ മിലിറ്ററി ബഡ്ജറ്റ് ഇരട്ടിയായിട്ട് മാറി. അവരുടെ ഫെഡറൽ സ്പെൻഡിങ്ങിന്റെ 56% മിലിറ്ററിക്ക് വേണ്ടിയായി. പെന്റഗൺ ആ സമയത്ത് ലോങ് വാർ, അതായത് ഒരു നീണ്ട യുദ്ധം എന്ന് പറയുന്ന ഒരു പുതിയ നയം കൊണ്ടുവന്നു. ഡസൻ കണക്കിന് രാജ്യങ്ങളിൽ അമേരിക്കൻ സൈന്യത്തെ വിന്യസിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഒരു 20 വർഷത്തെ സ്ട്രാറ്റജി ആയിരുന്നു അത്. അമേരിക്കൻ ആർമി അതിനെ വിളിച്ചത് ഒരിക്കലും അവസാനിക്കാത്ത യുദ്ധങ്ങളുടെ കാലഘട്ടം എന്നാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം. ഇതെല്ലാം ഏതെങ്കിലും ഒരു പ്രസിഡന്റുമായിട്ട് മാത്രം ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ, അതായത് ഇതൊക്കെ ബുഷിൻ്റെയോ അല്ലെങ്കിൽ ഒബാമയുടെയോ അല്ലെങ്കിൽ ട്രംപിൻ്റെയോ മാത്രം തീരുമാനങ്ങൾ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഓരോ തവണ പ്രസിഡന്റ് മാറുമ്പോഴും ഇവിടെ ഒന്നും മാറാത്തത്? ഞാൻ യുദ്ധങ്ങൾ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒബാമ അധികാരത്തിൽ വന്നത്. എന്നാൽ അദ്ദേഹം ചെയ്തത് ഡ്രോൺ അറ്റാക്കുകൾ കൂടുതൽ വ്യാപിപ്പിക്കുകയാണ്. ഇനി ഇത്തരം മണ്ടൻ യുദ്ധങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ആദ്യമായിട്ട് അധികാരത്തിൽ വന്നത്. എന്നാൽ അദ്ദേഹം ഇറാന്റെ ഒരു പ്രധാന ജനറലിനെ കൊലപ്പെടുത്തുകയും ഇറാൻ ന്യൂക്ലിയർ ഡീലിൽ നിന്നും പുറത്തു പോവുകയും ചെയ്തു.
പിന്നീട് ബൈഡൻ വന്നു, അദ്ദേഹം വീണ്ടും ഉപരോധങ്ങൾ തുടർന്നു. ഇപ്പോഴിതാ വീണ്ടും ട്രംപ് തിരികെ വന്നിരിക്കുന്നു. ടെഹ്റാനിൽ ബോംബിടുന്നു. ഭരണാധികാരികളുടെ മുഖങ്ങൾ മാറുന്നുണ്ട്, അവരിടുന്ന സ്യൂട്ടുകൾ മാറുന്നുണ്ട്, അവരുടെ പാർട്ടിയുടെ ലോഗോകൾ മാറുന്നുണ്ട്. പക്ഷേ അവർ പോകുന്ന ആ ഡയറക്ഷൻ, അവരുടെ ലക്ഷ്യം അത് മാത്രം ഒരിക്കലും മാറുന്നില്ല. 1979 മുതൽ ഇറാന്റെ മേൽ ഉപരോധങ്ങളുണ്ട്. റിപ്പബ്ലിക്കൻ ആണെങ്കിലും ഡെമോക്രാറ്റ് ആണെങ്കിലും വന്ന എല്ലാ പ്രസിഡന്റുമാരും യാതൊരു മാറ്റവുമില്ലാതെ അത് തുടർന്നു. ഇതൊരിക്കലും വെറുമൊരു യാദൃച്ഛികതയല്ല, ഇതൊരു സിസ്റ്റമാണ്, കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ സിസ്റ്റം? പ്രശസ്തരായിട്ടുള്ള സോഷ്യലിസ്റ്റുകളായിട്ടുള്ള ചാൾസ് ഡെർബറും യേൽ മാഗ്രസും അവരുടെ ഹു ഓൺസ് ഡെമോക്രസി എന്ന പുസ്തകത്തിൽ ഇതിനൊരു ത്രികോണം പോലെയാണ്, ഒരു ട്രയാങ്കിൾ പോലെയാണ് വിശദീകരിക്കുന്നത്. ആ ത്രികോണത്തിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് വലിയ വലിയ കോർപ്പറേറ്റ് സമ്പന്നരാണ്. അതിൻ്റെ ഒരു മൂലയിൽ സിവിൽ ഗവൺമെന്റ് ഏജൻസികൾ നിൽക്കുന്നു. മറ്റേ മൂലയിൽ നാഷണൽ സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റും ഈ ത്രികോണത്തിന്റെ ഏറ്റവും നടുവിലായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്താണ് ഈ പറഞ്ഞ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഇരിക്കുന്നത്. ലോക്ഹീഡ് മാർട്ടിൻ, റേത്തിയോൺ പോലെയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിഫൻസ് കോൺട്രാക്ടർമാരും പെന്റഗണിലുള്ള അവരുടെ കൂട്ടാളികളുമാണ് അവിടെയുള്ളത്. രാജ്യത്തെ വളരെ കുറച്ചു പേർക്ക് മാത്രം അറിയുന്ന രീതിയിലാണ് ഇവർ പല പോളിസികളും ഉണ്ടാക്കുന്നത്. അവർ ചെയ്യുന്ന മിക്ക കാര്യങ്ങളും ജനങ്ങൾക്ക് അറിയാൻ കഴിയാത്ത രീതിയിൽ ക്ലാസിഫൈഡ് ആയിരിക്കും. അമേരിക്കയിൽ പ്രസിഡന്റുമാർ വരും പോകും, പക്ഷേ ഈ ആളുകൾ അവിടെ തന്നെ കാണും. അവരുടെ ബഡ്ജറ്റുകൾ വളർന്നുകൊണ്ടേയിരിക്കും, അവരുടെ കോൺട്രാക്റ്റുകൾ ഇരട്ടിയായിക്കൊണ്ടേയിരിക്കും, അവരുടെ അധികാരം എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കും. ഇതിലെ ഏറ്റവും ഭയാനകമായ, ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ഇവർക്ക് യുദ്ധം ആവശ്യമാണ്. അതായത് സിനിമകളിലും കാർട്ടൂണുകളിലും ഒക്കെ കാണുന്ന പോലെയുള്ള വെറും വില്ലന്മാരായത് കൊണ്ടല്ല അവർക്ക് യുദ്ധം ആവശ്യമുള്ളത്, മറിച്ച് യുദ്ധം എന്നത് അവരുടെ ബിസിനസ് മോഡലാണ്. യുദ്ധം നടന്നാൽ മാത്രമേ അവർക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയൂ. ആയുധങ്ങൾ വിൽക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ചില നമ്പറുകൾ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകും. 2024 ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നിർമ്മിക്കുന്ന ആദ്യത്തെ 100 കമ്പനികൾ ചേർന്നുണ്ടാക്കിയ വരുമാനം എത്രയാണെന്നറിയോ? റെക്കോർഡ് തുകയായിട്ടുള്ള $679 ബില്യൺ. ലോകത്തിലെ ഏറ്റവും വലിയൊരു പങ്ക് പോയത് അമേരിക്കൻ കമ്പനികൾക്കും യൂറോപ്യൻ കമ്പനികൾക്കുമാണ്. അമേരിക്കയിൽ നിന്ന് മാത്രമുള്ള ഈ ടോപ്പ് 100ൽപ്പെട്ട 39 കമ്പനികൾ ചേർന്ന് ഉണ്ടാക്കിയത് $334 മില്യൺ. ലോക്ഹീഡ് മാർട്ടിൻ, നോർത്രോപ്പ് ഗ്രൂമൻ, ജനറൽ ഡൈനാമിക്സ് എന്നിങ്ങനെയുള്ള കമ്പനികളാണ് ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. ഏറ്റവും വലിയ 15 ഡിഫൻസ് കോൺട്രാക്ടർമാർക്ക് ഈ 2026 മാത്രം ലഭിക്കാൻ പോകുന്ന ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് $52 ബില്യൺ ആയിരിക്കും എന്നാണ് കണക്കാക്കുന്നത്. 2021 അവരുണ്ടാക്കിയ ലാഭത്തിന്റെ നേരെ ഇരട്ടിയാണിത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വെറും 5 വർഷം കൊണ്ട് അവർ അവരുടെ ലാഭം ഇരട്ടിയാക്കി മാറ്റി. ഈ ലോകം മുഴുവൻ ഇങ്ങനെ നിന്ന് കത്തിരിയുമ്പോൾ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട മാർക്കറ്റ് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് ആണ്. ചരിത്രത്തിൽ ആദ്യമായി 9 മിഡിൽ ഈസ്റ്റേൺ കമ്പനികൾ ഇപ്പോൾ ഗ്ലോബൽ ടോപ്പ് 100 ആയുധ നിർമ്മാതാക്കളുടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. $31 ബില്യൺ അവരുടെ മൊത്തം വരുമാനം. ഇസ്രായേലിന്റെ ആയുധ കമ്പനികൾ മാത്രം 2024 ഉണ്ടാക്കിയത് $16.2 ബില്യൺ. കഴിഞ്ഞ വർഷത്തേക്കാൾ 16% കൂടുതൽ. എന്നാൽ ഇതൊന്നുമല്ല, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും അറപ്പ് തോന്നും. ഗാസയിൽ ഇസ്രായേൽ കാണിച്ച ക്രൂരതകൾക്കെതിരെ ലോകം മുഴുവൻ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നല്ലോ. എന്നാൽ സിപ്രി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പ്രതിഷേധങ്ങൾക്കൊന്നും ഇസ്രായേലിന്റെ ആയുധങ്ങളുടെ ഡിമാൻഡിനെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. യാതൊരു വലിയ ഇമ്പാക്റ്റും അവിടെ ഉണ്ടായിട്ടില്ല. ലോകം മുഴുവൻ അവരെ എതിർക്കുമ്പോഴും പല രാജ്യങ്ങളും അവരുടെ കയ്യിൽ നിന്ന് വീണ്ടും വീണ്ടും പുതിയ ആയുധങ്ങൾ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2023 ഒക്ടോബറിൽ ഗാസ യുദ്ധം തുടങ്ങിയത് മുതൽ അമേരിക്കയുടെ വാഷിംഗ്ടൺ ഭരണകൂടം ഇസ്രായേലിന് വേണ്ടി പാസാക്കി കൊടുത്തത് $32 ബില്യൺ വരുന്ന ആയുധങ്ങളും മറ്റു മിലിറ്ററി ഉപകരണങ്ങളുമാണ്. ബോയിങ് എന്ന് പറയുന്ന കമ്പനിക്ക് മാത്രം ഇസ്രായേലിനെ F-15 ഫൈറ്റർ ജെറ്റുകൾ വിൽക്കാൻ വേണ്ടി കിട്ടിയ ഡീല് $18.8 ബില്യൺ. ഇതിനേക്കുള്ള പണം ആരാണ് കൊടുക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതെല്ലാം അമേരിക്കയിലെ സാധാരണക്കാരായിട്ടുള്ള ടാക്സ് അടക്കുന്ന ജനങ്ങളുടെ പണമാണ്. ഇസ്രായേലിന് വർഷാവർഷം കൊടുക്കുന്ന മിലിറ്ററി ഫൈനാൻസിങ് ഇപ്പോൾ ഇരട്ടിയിലും അധികമായിട്ട് മാറി. 3.3 ബില്യണിൽ നിന്നും അത് 6.8 ബില്യൺ ആയിട്ട് മാറി. പണമായിട്ടല്ലാതെ കൊടുക്കുന്ന മറ്റു സഹായങ്ങൾ ഒന്നും ഈ കണക്കിൽ ഉൾപ്പെട്ടിട്ടുമില്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇവർ എങ്ങനെയാണ് ഈ യുദ്ധങ്ങളെ വലിയൊരു ബിസിനസ്സാക്കി
മാറ്റുന്നത് എന്ന്. അവരുടെ വളർച്ചയ്ക്ക് ഇതൊക്കെ അത്യന്താപേക്ഷിതമാണ്. ഇനി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, രാഷ്ട്രീയപരമായിട്ട് ഈ വലിയ മെഷീൻ എങ്ങനെയാണ് അവരെ തന്നെ സംരക്ഷിക്കുന്നത് എന്നുള്ളത്. അതിനുള്ള അവരുടെ പ്രധാന ആയുധം എന്ന് പറയുന്നത് ലോബിയിങ് ആണ്. അതുപോലെ തന്നെ ഇലക്ഷൻ സമയത്ത് കൊടുക്കുന്ന വലിയ ഫണ്ടുകളൊക്കെയാണ്. 2024 അമേരിക്കൻ ഇലക്ഷനിൽ എപാക്, അതായത് അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി എന്ന് പറയുന്ന ഗ്രൂപ്പും അവരുമായി ബന്ധപ്പെട്ട മറ്റ് ഗ്രൂപ്പുകളും കൂടി ഇലക്ഷൻ ക്യാമ്പയിനുകൾക്ക് വേണ്ടി ഒഴുക്കിയത് $70 മില്യൺ തുകയാണ്. ഈ എപാക് സപ്പോർട്ട് ചെയ്ത 365 സ്ഥാനാർത്ഥികളിൽ 361 ആളുകളും ഇലക്ഷനിൽ ജയിച്ചു. അവരുടെ ആ സക്സസ് റേറ്റ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾ അമേരിക്കയിലെ ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ നിങ്ങൾ ഇസ്രായേലിന് ആയുധങ്ങൾ വിൽക്കുന്നതിനെ എതിർത്ത് സംസാരിച്ചാൽ അതോടെ നിങ്ങളുടെ കരിയർ അവസാനിക്കും എന്ന് ഉറപ്പാണ്. 2019 മാത്രം ഈ ഡിഫൻസ് കോൺട്രാക്ടർമാർ ലോബിങ്ങിന് വേണ്ടി ചെലവാക്കിയത് $84 മില്യൺ. ഓരോ തവണ ലോകത്ത് എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴും യുദ്ധം തുടങ്ങുമ്പോഴും ഇവരുടെ കമ്പനികളുടെ ഷെയർ വില അങ്ങ് കുതിച്ചുയരും. 2020 ജനറൽ സുലൈമാനിയെ അമേരിക്ക കൊലപ്പെടുത്തിയ ആ ഒരൊറ്റ ദിവസം കൊണ്ട് ലോക്ഹീഡ് മാർട്ടിന്റെ സ്റ്റോക്ക് വില 3.6%, നോർത്ത്രോപ്പ് ഗ്രൂമന്റെ വില 5.5% ഒറ്റയടിക്ക് വർദ്ധിച്ചത്. ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്നത് ഒരു സങ്കടകരമായിട്ടുള്ള കാര്യമോ ഒരു വലിയ ട്രാജഡിയോ ഒന്നുമല്ല. അവരെ സംബന്ധിച്ച് യുദ്ധം എന്ന് പറയുന്നത് അവരുടെ ക്വാർട്ടർലി ഏർണിങ്സ് റിപ്പോർട്ടാണ്. അവർക്ക് കോടികൾ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്. അതുകൊണ്ട് ട്രംപ് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിൽ വന്നിട്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇറാനിൽ ബോംബിടുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം, ആരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്? അതുപോലെ നെതന്യാഹു വന്നിട്ട് ഞങ്ങളുടെ നിലനിൽപ്പിന് തടസ്സമായിട്ട് നിൽക്കുന്നവരെ ഞങ്ങൾ ഇല്ലാതാക്കിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആരുടെ നിലനിൽപ്പിന്റെ കാര്യമാണ് ഇവർ പറയുന്നത് എന്ന്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബോംബുകൾ വീഴുന്നതിന് കൃത്യം ഒരു ദിവസം മുമ്പ് സമാധാനം എന്നത് കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നു. യുറേനിയം എൻറിച്ച് ചെയ്യുന്നത് നിർത്താമെന്ന് ഇറാൻ പൂർണ്ണമായിട്ട് സമ്മതിച്ചിരുന്നു. ഇന്റർനാഷണൽ ഏജൻസികളുടെ മുഴുവൻ പരിശോധനകൾക്കും അവർ തയ്യാറായിരുന്നു. പക്ഷേ സമാധാനം ഉണ്ടായിട്ട് എന്ത് കാര്യമാണുള്ളത്? ഒരു വലിയ സമാധാന കരാർ വന്നാൽ അവർക്കൊരിക്കലും അവരുടെ F-35 പോലെയുള്ള ഫൈറ്റർ ജെറ്റുകൾ വിൽക്കാൻ കഴിയില്ല. ഒരു സമാധാന കരാർ ഉണ്ടായിക്കഴിഞ്ഞാൽ $900 ബില്യൺ ഒരു വലിയ ഡിഫൻസ് ബഡ്ജറ്റ് അവർക്ക് ജനങ്ങൾക്ക് മുന്നിൽ ന്യായീകരിക്കാൻ കഴിയില്ല. ഒരു സമാധാന കരാർ ഒരിക്കലും റെയ്ത്യൻ പോലെയുള്ള കമ്പനികളുടെ സ്റ്റോക്ക് വില വർദ്ധിപ്പിക്കില്ല. അവർക്ക് വേണ്ടത് സമാധാനമല്ല, അവർക്ക് വേണ്ടത് അവരുടെ ബിസിനസ് നടക്കാൻ ആവശ്യമായിട്ടുള്ള യുദ്ധം തന്നെയാണ്. ഞാൻ ഈ പറയുന്നതൊന്നും വെറുതെ ഉണ്ടാക്കി പറയുന്ന ഒരു കോൺസ്പിറൻസി തിയറികളൊന്നുമല്ല. ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള രേഖകളുണ്ട്. എല്ലാം ഡോക്യുമെന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണിവ. വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് അനുസരിച്ച് ഇറാനെ ആക്രമിക്കാനുള്ള ട്രംപിന്റെ തീരുമാനം പെട്ടെന്നുണ്ടായ ഒന്നല്ല. സൗദിയുടെ ക്രൗൺ പ്രിൻസ് ആയിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാനും ഇസ്രായേൽ ഗവൺമെന്റും പലതവണ ട്രംപിന് മേൽ വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയതിനു ശേഷമാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയത്. ഇറാൻ അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാമുകൾ വീണ്ടും തുടങ്ങിയെന്ന് അമേരിക്കൻ ഭരണകൂടം പറഞ്ഞ ആ വലിയ നുണയെ അമേരിക്കയുടെ തന്നെ ഇന്റലിജൻസ് ഏജൻസികളും ആയുധങ്ങൾ മോണിറ്റർ ചെയ്യുന്ന ഗ്രൂപ്പുകളും പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞതാണ്. അമേരിക്ക വരെ എത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മിസൈൽ ഉണ്ടാക്കിയെടുക്കാൻ ഇറാന് ചുരുങ്ങിയത് ഒരു 10 വർഷമെങ്കിലും സമയമെടുക്കുമെന്ന് ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി തന്നെ നേരത്തെ കണ്ടെത്തിയതാണ്. 2025 ജൂണിൽ നടന്ന അറ്റാക്കുകളോട് കൂടി ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമുകൾ 2 വർഷത്തോളം പുറകിലേക്ക് പോയി എന്ന് സാക്ഷാൽ പെന്റഗൺ തന്നെ വിലയിരുത്തിയുള്ള കാര്യം കൂടിയാണ്. അപ്പോൾ അവർ ഈ പറയുന്നത് പോലെയുള്ള ഒരു പെട്ടെന്നുള്ള ഭീഷണി അവിടെ ഉണ്ടായിരുന്നേയില്ല. അങ്ങനെയൊന്നും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ വലിയ വാർ മെഷീന് അങ്ങനെ ഒരു വലിയ ഭീഷണി അവിടെ ഉണ്ടെന്ന് വരുത്തി തീർക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. കാരണം എങ്കിൽ മാത്രമേ ആ വലിയ യന്ത്രത്തിന് യാതൊരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പ്രവർത്തിക്കാൻ കഴിയൂ. ആദ്യത്തെ ബോംബുകൾ വീണതിന് ശേഷം അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഇറാൻ ഇതിന് ശക്തമായി തന്നെ തിരിച്ചടിച്ചു. 100 കണക്കിന് മിസൈലുകളും ഡ്രോണുകളുമാണ് അവർ തൊടുത്തുവിട്ടത്. അത് ഇസ്രായേലിന് നേരെ മാത്രമായിരുന്നില്ല, മറിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ഉടനീളമുള്ള അമേരിക്കയുടെ വിവിധ മിലിറ്ററി ബേസുകൾക്ക് നേരെ കൂടിയായിരുന്നു ആ അറ്റാക്കുകൾ എന്ന് പറയുന്നത്. ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ്, കുവൈറ്റിലെ അലി അൽ സലേം എയർബേസ്, UAE അൽ ദഫ്ര എയർബേസ്, ബഹ്റൈനിലുള്ള US നേവിയുടെ 5th ഫ്ലീറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ്, ടെൽ അവീവിൽ ഒരു അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിന് മുകളിൽ മിസൈൽ വീണ് ഒരു സ്ത്രീയും കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ഉടനീളം 89 ആളുകൾക്ക് പരിക്കേറ്റു. UAE ഒരു സാധാരണക്കാരൻ കൊല്ലപ്പെട്ടു. സിറിയയിൽ ഒരു ഫ്ളാറ്റിന് മുകളിൽ ഇറാനിയൻ മിസൈൽ വീണ് അവിടെ 4 പേര് മരിച്ചു. ലോകത്തിലെ തന്നെ 20% എണ്ണയും കടന്നുപോകുന്ന സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് കപ്പലുകൾക്ക് പോകുവാൻ കഴിയാത്ത രീതിയിൽ പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടി. ആ മേഖലയിലുള്ള ഒട്ടുമിക്ക ഇന്റർനാഷണൽ എയർപോർട്ടുകളും അടച്ചു കഴിഞ്ഞു. എയർ ഇന്ത്യ മുതൽ
ബ്രിട്ടീഷ് എയർവേസും ലുഫ്താൻസയും അടക്കമുള്ള എല്ലാ എയർലൈൻസുകളും അവരുടെ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തു. ദുബായിലെ ഫെയർമൗണ്ട് ഹോട്ടലിന് തീപിടിച്ചു. പ്രസിദ്ധമായിട്ടുള്ള ബുർജ് അൽ അറബിനും വലിയ കേടുപാടുകൾ സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതിലൊക്കെ യഥാർത്ഥത്തിൽ ആരാണ് കഷ്ടപ്പെടുന്നത്? ഇങ്ങനെയൊരു യുദ്ധം തീരുമാനിച്ച ആളുകൾക്ക് ഇതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. ലോക്ഹീഡിൻ്റെയോ മാർട്ടിൻ്റെയോ ബോയിങ്ങിൻ്റെയോ ഒന്നും CMമാർക്ക് ഈ യുദ്ധം കൊണ്ട് യാതൊരു നഷ്ടവുമില്ല. ഡിഫൻസ് ബഡ്ജറ്റ് പാസ്സാക്കാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്ത സെനറ്റുമാർക്ക് ഒരു കുഴപ്പവുമില്ല. ഈ രാഷ്ട്രീയക്കാർക്ക് വലിയ വലിയ ചെക്കുകൾ എഴുതി കൊടുത്ത ആ ലോബിയിസ്റ്റുകൾക്കും ഒരു പ്രശ്നവുമില്ല. ഇതിൻ്റെയൊക്കെ ഒടുവിൽ ജീവൻ നഷ്ടപ്പെടുന്നത്, വീട് നഷ്ടപ്പെടുന്നതും ഒക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കാണ്. സ്വന്തം വീടിൻ്റെ ഉള്ളിലിരുന്ന് ചായ കുടിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്നും ഒരു മിസൈൽ വന്നു വീണ് മരിച്ച ടെൽ-അവീവിലെ ആ സ്ത്രീയെ പോലെയുള്ള സാധാരണക്കാരെ, ആകാശത്തു നിന്ന് വലിയൊരു ദുരന്തം താഴേക്ക് വരുമ്പോൾ ഒരുപക്ഷെ കണക്കോ സയൻസോ ഒക്കെ പഠിച്ചുകൊണ്ട് ക്ലാസ്സിൽ ഇരിക്കുകയായിരുന്ന മിനാബിലെ ആ 108 ചെറിയ പെൺകുട്ടികളെ പോലെയുള്ള സാധാരണക്കാരെ, ഇന്റർനെറ്റ് കണക്ഷൻ സാധാരണ സ്പീഡിന്റെ വെറും 4% കുറഞ്ഞ ഇറാനിലെ സാധാരണ കുടുംബങ്ങൾ, അതായത് അവർക്ക് അവരുടെ സ്വന്തം കുട്ടികളെ ഒന്ന് വിളിക്കാൻ കഴിയില്ല, അച്ഛനും അമ്മയ്ക്കും സുഖമാണോ എന്ന് ചോദിക്കാൻ കഴിയില്ല, അവർക്കവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പുറം ലോകത്തെ അറിയിക്കാൻ പോലും കഴിയില്ല. തകർന്നു വീണ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ വന്നു വീണ് ഫ്ളാറ്റുകൾ തകർന്ന ദുബായിലെ സാധാരണ ആളുകൾ, സൈറനുകളുടെ ശബ്ദം കേട്ട് ഭയന്ന് വിറക്കുന്ന ബഹ്റൈനിലെ ജനങ്ങൾ, ഖത്തറിലും കുവൈറ്റിലും ജോർദാനിലുമുള്ള ആളുകൾ, ഈ യുദ്ധവുമായി യാതൊരു ബന്ധവുമില്ലാത്ത പാവം ജനങ്ങൾ, ആ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസുകളെ ഇറാൻ ആക്രമിക്കാൻ തീരുമാനിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ബോംബുകൾക്ക് ഇരയാകേണ്ടി വന്ന സാധാരണ മനുഷ്യന്, അവരാണ് ഇതിലൊക്കെ എപ്പോഴും കഷ്ടപ്പെടുന്നത്. ഇനി ഇതൊന്നും മിഡിൽ ഈസ്റ്റിലെ മാത്രം കാര്യമല്ല കേട്ടോ. ആ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് പൂർണ്ണമായിട്ട് അടക്കുമ്പോൾ ലോകമെമ്പാടും എണ്ണവില വളരെ പെട്ടെന്ന് കുതിച്ചുയരും. ഇന്ത്യയിലായാലും ആഫ്രിക്കയിലായാലും സൗത്ത് അമേരിക്കയിലായാലും എല്ലാം എണ്ണവില കൂടും. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പാചകവാതകത്തിൻ്റെ വില കൂടും, പെട്രോളിൻ്റെ വില കൂടും, സാധനങ്ങളുടെ വിലകൾ കുതിച്ചുയരും. ഇത്തരം ഇൻഫ്ലമേഷൻ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എപ്പോഴും പാവപ്പെട്ട സാധാരണ മനുഷ്യരെ തന്നെയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു യുദ്ധം അത് തീരുമാനിക്കുന്നത് വാഷിങ്ടണിലും ടെൽ-അവീവിലും ഒക്കെ വെച്ചായിരിക്കും. പക്ഷേ ആ യുദ്ധത്തിൻ്റെ ഫലം വന്ന് നിൽക്കുന്നത് ഇവിടെ കേരളത്തിലുള്ള ഒരു സാധാരണക്കാരിയായിട്ടുള്ള വീട്ടമ്മയുടെ അടുക്കളയിലായിരിക്കും, അല്ലെങ്കിൽ നൈജീരിയയിലുള്ള ഒരു പാവം കർഷകന്റെ ജീവിതത്തിലായിരിക്കും, അതുമല്ലെങ്കിൽ ഇന്തോനേഷ്യയിലുള്ള ഒരു ടാക്സി ഡ്രൈവറുടെ അന്നത്തിലായിരിക്കും. ഈ പറയുന്ന സാധാരണ മനുഷ്യരോടൊന്നും ആരും ഒന്നും ചോദിച്ചിട്ടില്ല. അവർക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ആരും ഒരു നഷ്ടപരിഹാരവും കൊടുക്കാനും പോകുന്നില്ല. പക്ഷേ അവർ ഈ വലിയ യുദ്ധത്തിൻ്റെ വില കൊടുക്കാൻ നിർബന്ധിതരായിട്ട് തീരുകയാണ്. അതാണ് സത്യമെന്ന് പറയുന്നത്. ഇതൊരു കൃത്യമായിട്ടുള്ള പാറ്റേൺ ആണ്. മുമ്പ് ഇറാഖിലും ഇതേ കാര്യമാണ് സംഭവിച്ചത്, അഫ്ഗാനിസ്ഥാനിലും ഇത് തന്നെയാണ് നടന്നത്. 9/11 അറ്റാക്കിന് ശേഷം അമേരിക്ക യുദ്ധങ്ങൾക്കായിട്ട് അഫ്ഗാനിസ്ഥാൻ ചെലവാക്കിയത് $14 ട്രില്യൺ അധികമാണ്. അതിലെ ഏറ്റവും വലിയൊരു ശതമാനം തുകയും പോയത് ലാഭം മാത്രം നോക്കി നടക്കുന്ന ഈ വലിയ കോൺട്രാക്ടർമാരുടെ പോക്കറ്റിലേക്കാണ്. പിന്നീട് ലിബിയയിലും സിറിയയിലും യമനിലുമൊക്കെ നടന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇതാ ഇറാനിലും അത് തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവരും കളിക്കുന്നത് ഒരേ കളിയാണ്. മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ ഭീഷണിയെ വളരെ വലുതാക്കി കാണിക്കുക, എന്നിട്ട് തങ്ങളുടെ സൈനിക നീക്കങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി സ്വന്തം ഇന്റലിജൻസ് ഏജൻസികളെ ഉപയോഗിക്കുക. ആ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് ലോകത്തിന് മുഴുവൻ അറിയാമായിരുന്നാൽ പോലും അവരത് തന്നെ വീണ്ടും പറയും. എന്നിട്ട് വളരെ ഭയാനകമായിട്ടുള്ള ഒരു ആക്രമണം അഴിച്ചുവിടും. ഡിഫൻസ് കമ്പനിയുള്ള ഷെയർ വിലകൾ കുതിച്ചുയരുന്നത് നോക്കിക്കണ്ട് ആസ്വദിക്കും. സ്വന്തം ബോംബിട്ട് തകർത്ത ആ സ്ഥലങ്ങൾ വീണ്ടും പണിതുയർത്താൻ വേണ്ടി കോടികളുടെ കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് അവസാനം സ്വന്തം രാജ്യത്തെ ജനങ്ങളോട് പോയി പറയുക, ഇതൊക്കെ നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണ് എന്നാണ്. ഇതാണ് കാലങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അല്ലാതെ ട്രംപ് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന ലിബറൽ ബ്യൂറോക്രാറ്റുകളോ അല്ലെങ്കിൽ FBI ഏജന്റുമാരോ ഒന്നുമല്ല യഥാർത്ഥ ഡീപ് സ്റ്റേറ്റ്. ഈ ഒരിക്കലും അവസാനിക്കാത്ത യുദ്ധങ്ങളെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന ഒരു എക്കോണമി ഉണ്ടല്ലോ, ആ പെർമനന്റ് വാർ എക്കോണമിയാണ് യഥാർത്ഥ ഡീപ് സ്റ്റേറ്റ്. കോർപ്പറേറ്റ് കമ്പനികളുടെ പണം, വലിയ മിലിറ്ററി പവർ, പിന്നെ രാഷ്ട്രീയക്കാരെ വിലക്കെടുക്കൽ, ഈ 3 കാര്യങ്ങളും ചേർന്ന ആ ത്രികോണമാണ് കഴിഞ്ഞ 60 വർഷത്തിലേറെയായി അമേരിക്കയെ എപ്പോഴും ഒരു യുദ്ധ സാഹചര്യത്തിൽ തന്നെ നിലനിർത്തുന്നത്. ഈ കോൾഡ് വാർ അവസാനിച്ചിട്ട് 20 വർഷങ്ങളായി കഴിഞ്ഞിട്ടും 1946-നും 92-നും ഇടയിലുള്ള ഏതൊരു സമയത്തേക്കാളും വലിയ പെന്റഗൺ ബഡ്ജറ്റ് അവർക്കുണ്ടാവാനുള്ള കാരണം ഇത് തന്നെയാണ്. ലോകത്തെ 70-ലധികം രാജ്യങ്ങളായിട്ട് അമേരിക്കയ്ക്ക് 700-ലധികം മിലിറ്ററി ബേസുകൾ ഉണ്ടാവാൻ കാരണവും ഇത് തന്നെയാണ്. ആരാണ് പ്രസിഡന്റ് എന്നതോ രാജ്യത്തിന്റെ എക്കോണമി ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നതോ ഒന്നും അവരെ ബാധിക്കുന്ന വിഷയമേ അല്ല.
അമേരിക്കയുടെ ഡിഫൻസ് ബഡ്ജറ്റ് ഒരിക്കലും താഴേക്ക് പോകാത്തതിൻ്റെ ഒരേയൊരു കാരണവും ഇത് തന്നെയാണ്. ഇതിലെ ഏറ്റവും ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു വശം എന്താണെന്ന് അറിയാം? ഖമേനി മരിച്ച ഈ വാർത്ത കേട്ട് ചില ഇറാനികളെങ്കിലും സന്തോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരത് ആഘോഷിക്കുന്നുണ്ട്. പണ്ട് സദ്ദാം വീണപ്പോൾ വലിയ രീതിയിൽ ആഘോഷിച്ച ഇറാഖികളോട് നിങ്ങൾ പോയി ഒന്ന് ചോദിച്ചു നോക്കൂ. ഗദ്ദാഫി കൊല്ലപ്പെട്ടപ്പോൾ ആഘോഷിച്ച ലിബിയയിലെ ജനങ്ങളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. അതിനൊക്കെ ശേഷം ആ രാജ്യങ്ങളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? കൂടുതൽ കുഴപ്പങ്ങളുണ്ടായി, കൂടുതൽ കൊലപാതകങ്ങൾ നടന്നു. അവിടെ ആർക്കും നിയന്ത്രണമില്ലാത്ത വലിയ പവർ വാക്യൂമുകൾ ഉണ്ടായി. തീവ്രവാദം വീണ്ടും വളർന്നു വന്നു. ഈ വാർ മെഷീൻ ഒരിക്കലും ഒരു രാജ്യത്തെയും ജനങ്ങളെയും സ്വതന്ത്രരാക്കാൻ പോകുന്നില്ല. ഒരു സിസ്റ്റത്തെ പൂർണ്ണമായി തകർത്ത് തരിപ്പണമാക്കി അതിനേക്കാൾ വലിയ ദുരന്തങ്ങൾക്ക് വളർന്നു വരാനുള്ള ഒരു സാഹചര്യമാണ് അവർ എപ്പോഴും ബാക്കിയാക്കി പോകുന്നത്. ഇറാനിലെ ജനങ്ങളോട് ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങളുടെ സ്വന്തം വിധി നിങ്ങളുടെ കൈകളിൽ തന്നെ ഏറ്റെടുക്കാനുള്ള സമയമാണിത്. അമേരിക്ക വളരെ വലിയ ശക്തിയോടെ നിങ്ങൾക്ക് പിന്നിൽ ഉറച്ചു നിൽപ്പുണ്ട്. ശരിയാണ്, അദ്ദേഹം അങ്ങനെ പറഞ്ഞു. പക്ഷേ ഇതേ അമേരിക്ക തന്നെയാണ് പണ്ട് ഇറാഖിലെ ജനങ്ങളോടും കൃത്യമായിട്ട് ഇതേ ഡയലോഗുകൾ തന്നെ പറഞ്ഞത്. എന്നിട്ട് അവിടെ എന്താണ് സംഭവിച്ചത്? അമേരിക്കൻ കമ്പനികൾക്ക് അവിടുത്തെ ഓയിൽ കോൺട്രാക്റ്റുകളെല്ലാം കിട്ടി. അമേരിക്കൻ കോൺട്രാക്ടർമാർക്ക് അവിടുത്തെ റീകൺസ്ട്രക്ഷൻ ഡീലുകൾ കിട്ടി. അമേരിക്കയുടെ മിലിറ്ററി ബേസുകൾ 20 വർഷത്തോളം അവിടെ തന്നെ തുടർന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവിടുത്തെ പാവം ഇറാഖി ജനങ്ങൾക്ക് തിരികെ കിട്ടിയത് എന്താണെന്നറിയാമോ? പൂർണ്ണമായി തകർക്കപ്പെട്ട തങ്ങളുടെ സ്വന്തം രാജ്യം, മരിച്ചു വീണ 10 ലക്ഷത്തോളം മനുഷ്യർ, പിന്നെ ഐസിസും. ഇത് മാത്രമാണ് ആ ജനങ്ങൾക്ക് അവസാനം അവിടെ ബാക്കിയായത്. അപ്പോൾ ഈ വലിയ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ നമ്മളിനി എന്താണ് ചെയ്യേണ്ടത്? ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രശ്നത്തെ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് മാത്രം ബന്ധിപ്പിക്കുന്നത് നിർത്തുക എന്നുള്ളതാണ്. ഇതിനൊക്കെ കാരണം ട്രംപ് മാത്രമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാത്രം കുറ്റപ്പെടുത്തുന്നത് യഥാർത്ഥ രൂപം ഇരുട്ടിൽ നിൽക്കുമ്പോൾ അതിൻ്റെ നിഴലിനെ നോക്കി നമ്മൾ വെറുതെ ശബ്ദമുണ്ടാക്കുന്നതിന് തുല്യമാണ്. ട്രംപ് എന്നത് വെറുമൊരു രോഗലക്ഷണം മാത്രമാണ്. ബൈഡൻ വെറുമൊരു ലക്ഷണം മാത്രമായിരുന്നു. ബുഷും മറ്റൊരു ലക്ഷണം മാത്രമായിരുന്നു. യഥാർത്ഥ അസുഖം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഒരിക്കലും അവസാനിക്കാത്ത ആ യുദ്ധവ്യവസ്ഥതയാണ്. കൃത്യം 65 വർഷങ്ങൾക്ക് മുമ്പ് ഐസൻഹോവർ നമുക്ക് മുന്നറിയിപ്പ് നൽകിയ അതേ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോൺഗ്രഷണൽ ഇന്റലിജൻസ് കോംപ്ലക്സ്, അതാണ് ഇവിടുത്തെ യഥാർത്ഥ രോഗം. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് പണം എവിടേക്കാണ് ഒഴുകുന്നതെന്ന് കൃത്യമായിട്ട് നിരീക്ഷിക്കുക എന്നുള്ളതാണ്. എവിടെയെങ്കിലും ഒരു യുദ്ധം തുടങ്ങുമ്പോൾ അത് ആർക്കാണ് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഡിഫൻസ് കോൺട്രാക്റ്റുകൾ നോക്കുക, അവരുടെ സ്റ്റോക്ക് വിലകൾ എങ്ങനെയാണ് മാറുന്നത് എന്ന് നോക്കുക, ആ ലോബിംഗ് നമ്പറുകൾ നിങ്ങൾ നോക്കുക. ഒരു ഇലക്ഷൻ സൈക്കിളിൽ എപ്പാക്ക് ചെലവാക്കുന്ന $70 മില്യൺ, ഒരൊറ്റ വർഷം കൊണ്ട് അമേരിക്കൻ ആയുധ കമ്പനികൾക്ക് ലഭിക്കുന്ന $334 ബില്യൺ. ഇതൊന്നും വെറുതെ യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്ന നമ്പറുകളല്ല. ഈ നമ്പറുകൾ ഇത്രയും വലുതായിട്ട് മാറണമെങ്കിൽ അവർക്ക് യുദ്ധം കൂടിയേ തീരൂ. ഈ ലാഭത്തിന് വേണ്ടി അവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ യുദ്ധങ്ങളെല്ലാം.